الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മളാണ് ഖുർആനിൻ്റെ പ്രമേയം. നമ്മുടെ ജീവിതം, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എവിടെയാണ് എത്തേണ്ടത് എന്നൊക്കെയാണല്ലോ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതോടൊപ്പം പല ആയത്തുകളിലും സൂറത്തുകളിലുമായി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിത അനുഭവം അഥവാ നമ്മുടെ സംസാരങ്ങളിലൊക്കെ തെളിഞ്ഞു വരാറുള്ള ചില പദപ്രയോഗങ്ങൾ. യഖൂലു അഹ്ലക്തു മാലൻ ലുബദ, മനുഷ്യൻ പറയും ഞാൻ ഒരുപാട് സമ്പത്ത് പൊടിപൊടിച്ചിട്ടുണ്ട്. കല്യാണത്തിന്, വീടുണ്ടാക്കാൻ, അങ്ങനെ പലതിനുമായി ഒരുപാട് സമ്പത്ത് ചെലവാക്കിയ പൊങ്ങച്ചം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഞാൻ പറയല്ല, അള്ളാഹു പറയാണ് നമ്മളെ പറ്റി, നമ്മൾ അങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫലഖ്തഹമൽ അഖബ, അവൻ മലമ്പാതയിൽ കയറിയിട്ടില്ല. സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ റൗണ്ടോ ബോട്ടിലെത്തി. അവിടെ നിന്ന് വിശാലമായ റോഡുകൾ നാനാഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും നല്ല പൂന്തോട്ടങ്ങളുണ്ട്, ഇടക്ക് നല്ല പാർക്കുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്നു. തണൽ മരങ്ങളുണ്ട്, നർത്തകിമാരുണ്ട്, നല്ല പാട്ടും കൂത്തൊക്കെ നടക്കുകയാണ്. ഫ്രീയാണ്. എല്ലാവരും അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മുന്നിലൊരു ബാനർ, അതിലെഴുതി വച്ചിരിക്കുന്നു, നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന ആ വലിയ മലയുണ്ടല്ലോ, മുൾമരങ്ങളും കല്ലുകളുമുള്ള, സഞ്ചാരയോഗ്യമല്ലാത്ത, വാഹനം പോകാത്ത, വളരെ ത്യാഗസമ്പൂർണമായി ശ്രമിച്ചാൽ കയറാൻ കഴിയുന്ന മല, കണ്ണെത്താ ദൂരത്ത് ഉയർന്നു നിൽക്കുന്ന മല, അത് കയറിയാൽ അതിൻ്റെ അപ്പുറത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന
വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാം, ഇതൊക്കെ താൽക്കാലികമാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സഞ്ചാരികൾ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞു തരുന്ന സ്വർഗവും ഈ ഭൂമിയിലുള്ള ജീവിതാനുഭവവുമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആ മലമ്പാതയിലേക്ക് ആരൊക്കെയാണ് കയറുന്നത് അള്ളാഹു നിരീക്ഷിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നമ്മുടെ ജീവിതം നോക്കി നിൽക്കുകയാണ്. ഇവിടെ പോയി കളിക്കുകയാണോ അല്ല അങ്ങോട്ട് കയറുകയാണോ, ഇതെന്നാണ് നോട്ടം. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ അദ്റാക മൽ അഖബ, തനിക്കറിയോ എന്താണ് ആ മലമ്പാതയെന്ന്? ആ മലമ്പാത ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. സാധാരണ ഇത് കേൾക്കുന്ന സമയത്ത് അടിമ മോചനം എന്നൊക്കെ പറയുമ്പോൾ അടിമയും ഉടമയും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രയോഗവൽക്കരിക്കാം. ഇപ്പൊ എങ്ങനെയാണ് അടിമമോചനം? ഇപ്പൊ അടിമ ഉണ്ടോ? അടിമച്ചന്തയിൽ പോയി പൈസയും കൊടുത്ത് അടിമേനെ വാങ്ങി മോചിപ്പിക്കുക നടക്കുന്ന സംഗതിയല്ല. കാരണം സാധനമില്ല. ഇനി എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ തന്നെ കാശുമില്ല. പിന്നെന്താണ് ഈ പറഞ്ഞത്? ഖുർആൻ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മറ്റൊരു തലം മനസ്സിലാക്കാം. ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കുക. ആരാണ് അടിമ? ഞാൻ തന്നെ. ഞാൻ മോചിപ്പിക്കുന്ന അടിമ ഞാൻ തന്നെ. എൻ്റെ ദേഹേച്ഛയിൽ നിന്ന് ഞാൻ എന്നെ മോചിപ്പിക്കുക. നിങ്ങളുടെ ദേഹേച്ഛകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുക. അതേ നമ്മുടെ ഉദാഹരണത്തിൽ പറഞ്ഞ വിശാലമായ റോഡുകളും പാർക്കുകളും എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ ദേഹേച്ഛകൾക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ ദീന് മറുപുറത്തുണ്ട്. ദേഹേച്ഛയാണ്, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളാണ് ഖുർആനിന്റെ അധ്യാപനം സ്വീകരിക്കുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇസ്തിഖാമത്ത് എന്ന വില കൊടുത്തിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുക എന്ന നല്ല വില കൊടുത്തിട്ട് നമ്മുടെ ദേഹേച്ഛയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വാങ്ങി മോചിപ്പിച്ച് മുഅ്മിനായി, വിജയിയായി, സ്വർഗാവകാശിയായി തീരുക. അങ്ങനെ തീരുന്നവർക്ക് അവർക്കുള്ളതാണ് സ്വർഗം. അവരാണ് സ്വർഗത്തിലെത്തിപ്പെടുക. വളരെ വ്യക്തമായി നമുക്ക് ഖുർആനിന്റെ മറ്റു ഭാഗങ്ങൾ ഇത് കാണാവുന്നതാണ്. അമാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആരാണ് സ്വർഗത്തിലേക്ക് പോവുക? അള്ളാഹുവിങ്കൽ വിചാരണയുണ്ടെന്നും അവിടെ വിചാരണ നേരിടേണ്ടവനാണെന്നും ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കിയവ. സ്വന്തത്തെ മോചിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ കഴിവിന്റെ പരിധിയിൽ വരുന്ന ആളുകളെ കൂടി മോചിപ്പിക്കുക. കുടുംബത്തിലുള്ളവരെ ഖുർആനുമായി അടുപ്പിക്കുക. അവിടെയാണ് ദഅവത്ത് കടന്നു വരുന്നത്. ഇത്ഖു റഖബ എന്നല്ല പറഞ്ഞത്, ഫഖു റഖബ എന്നാണ്. ഇത്ഖു റഖബ അടിമ മോചനത്തിന് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇത്ഖ് ചെല്ല എന്നാണ്. ഇത്ഖ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വില കൊടുത്തിട്ട് വാങ്ങി മോചിപ്പിക്കുക. ഫക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വില കൊടുക്കണമെന്നില്ല, മോചനത്തിൽ പങ്കാളിയാവുക. ഒരു വ്യക്തിയെ നന്നാക്കുന്നതിൽ നമ്മൾ പങ്കാളിയാവുക. അങ്ങനെ ദുനിയാവിലെ അടിമത്തത്തിൽ നിന്നല്ല, നൈമിഷികമായ ഈ ഐഹിക ജീവിതത്തിലെ അടിമത്തത്തിൽ നിന്നല്ല, മറിച്ച് ശാശ്വതമായി കടക്കേണ്ട നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന, നമ്മളെ നാം മോചിപ്പിക്കുന്ന ഫക്കു റഖബ. അതിനാണ്
അല്ലാഹു തആല നമ്മോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നടക്കാത്തെന്തോ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടെന്താ എന്നാലോചിക്കാനുള്ളതല്ല നമ്മുടെ സമയവും സന്ദർഭവും. അപ്പോൾ നമ്മെ നരകത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുക. കാരണം നമുക്ക് വലിയ വിചാരണ നേരിടേണ്ടതുണ്ട്. വലിയ വിചാരണ. നമ്മുടെ എല്ലാ പ്രവർത്തികളും വിചാരണ ചെയ്യപ്പെടും. നമ്മുടെ എല്ലാ വാക്കുകളും വിചാരണ ചെയ്യപ്പെടും. നാം ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും എവിടെ നിന്നുണ്ടാക്കി, എന്തിന് ചെലവാക്കി എന്ന് വിചാരണ ചെയ്യപ്പെടും. ആ വിചാരണയിലേക്കാണ് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വിചാരണ ദിവസത്തിലുള്ള ഷർറ്, ആ ഷർറിൽ നിന്ന് അല്ലാഹു തആല കാത്ത ആളുകൾ, സംരക്ഷിച്ച ആളുകൾ, മുഅ്മിനീങ്ങൾ, അവരുടെ കൂട്ടത്തിൽ നമ്മളാകണം. അങ്ങനെ വലഖാഹും നളറത്തം വസുറൂറ, അവരുടെ മനസ്സിൽ സന്തോഷമാണ്, മുഖത്ത് പ്രസന്നതയാണ്. വിജയിച്ചിട്ടുണ്ട് പരലോകത്ത്. ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം. മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണല്ലോ മുഖത്ത് പ്രസന്നത, നളറത്തുണ്ടാവുക. അങ്ങനെ ചില ആളുകൾ മഹ്ശറയിലുണ്ട്. അവർ ഈ ഐഹിക ജീവിതത്തിൽ മലമ്പാതയിലൂടെ സഞ്ചരിച്ച പോയത്തക്കാരാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ, ജനങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള പോയത്തക്കാര്, അതായത് ദീനനുസരിച്ച് ജീവിക്കുന്ന കുറെ പാവങ്ങൾ, അവരാണ് മഹ്ശറയിൽ തിളങ്ങി നിൽക്കുക. അല്ലാഹു തആല ഖുർആനിലുടനീളം നമ്മോടിത് പറയും. കഠിനാധ്വാനം ചെയ്യണം, നല്ലോണം പരിശ്രമിക്കണം. ദുനിയാവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനൊരുപാട് പരിശ്രമിക്കുന്നുണ്ടല്ലോ. പഠനമാണെങ്കിലും സമ്പാദ്യമാണെങ്കിലും ദുനിയാവിൽ എന്തുണ്ടോ അതിനൊരുപാട് മനുഷ്യൻ കഷ്ടപ്പെടണം. കാരണം ദുനിയാവിന്റെ പ്രക്രിയ അങ്ങനെയാണ്. അസ്ബാബുകളുടെ ലോകത്താണ് നമ്മളുള്ളത്. ബിരുദം കിട്ടണോ, പഠിക്കണം, അതാണ് അതിന്റെ സബബ്. സമ്പാദിക്കണോ, അധ്വാനിക്കണം, അതാണ് അതിന്റെ സബബ്. കാരണങ്ങളുടെ ലോകത്താണ് നമ്മളുള്ളത്. നമ്മൾ പോകുന്നതോ അസ്ബാബുകളുടെ ലോകത്തേക്കല്ല. അവിടെ ആഗ്രഹിച്ചാ മതി. മാ തസ്തഹി അൻഫുസുകും, എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ലഭിക്കുന്ന ഒരു ലോകം. അതാണ് അള്ളാഹുവിന്റെ സ്വർഗം. അവിടെ അധ്വാനില്ല. വയസ്സാകുമെന്ന് പേടിക്കണ്ട, അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിക്കണ്ട, രോഗമുണ്ടാകുമോ എന്ന് പേടിക്കണ്ട. യാതൊരുവിധ പേടിയുമില്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്ര, അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം നമ്മെ സ്വാധീനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് മലമ്പാത കയറാൻ പറ്റുള്ളൂ. അല്ലാതെ അതൊക്കെ ആരോ എന്നോ എപ്പോഴോ പറയുന്ന ഒന്ന് ഇപ്പൊ അനുഭവത്തിലുള്ളത് നമ്മുടെ ഈ പാർക്കാണല്ലോ, നമ്മുടെ ഈ ജീവിതാണല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ആ മലമ്പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. സ്വർഗത്തെ അല്ലാഹു തആല ഇടക്കിടക്ക് ഖുർആനിൽ പറഞ്ഞു തരുന്നത് നാം വിശ്വസിച്ച സ്വർഗത്തെ നമ്മൾ മോഹിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു പറഞ്ഞു സ്വർഗത്തെ സംബന്ധിച്ച്, വഇദാ റഅയ്ത, നീ അത് കണ്ടാൽ, സമ്മ റഅയ്ത, നീ അവിടെ കാണും, നഈമൻ വ മുൽക്കൻ കബീറ, വലിയ ആധിപത്യം, വലിയ അധികാരമാണ് അവിടെ. ഇവിടെ എന്ത് അധികാര? നൈമിഷികമാണ്, താൽക്കാലികമാണ്, എപ്പോഴും തീർന്നു പോകുന്നതാണ്. വലിയ അനുഗ്രഹമാണ് അവിടെ. ഇവിടുത്തെ അനുഗ്രഹങ്ങൾ പോലെയല്ല. വല്ലതും കിട്ടണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കണം. അങ്ങനെ ആ സ്വർഗത്തിന്റെ വില മലമ്പാത കയറിയിട്ട് ഇവിടെ നിന്ന് കൊടുക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ദേഹേച്ഛക്ക് വിരുദ്ധമായ പ്രവർത്തനത്തിലൂടെ. ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുക്കും മശ്കൂറ, ഖുർആൻ പറയാണ്. തീർച്ചയായും ഇത് ഏത്? ആ സ്വർഗത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങളും, അവിടെ കാണുന്ന എന്തെല്ലാം നഈമും മുൽക്കും കബീറുണ്ടോ, എന്തെല്ലാം ആസ്വാദനങ്ങളുണ്ടോ, അതെല്ലാം ഈ ജസാഅൻ ലക്കും, കാന ലക്കും ജസാഅൻ, അത് നിങ്ങളുടെ പ്രതിഫലമാണ്.
ദുനിയാവിൽ മലമ്പാത താണ്ടിയതിന്റെ കൂലിയാണ്. അപ്പൊ ഇവിടുന്ന് ആ പാതയിൽ കയറിയവർക്കുള്ളതാണത്. വക്കാന സഅയുക്കും മഷ്കൂറ, നിങ്ങളുടെ പരിശ്രമം അത് മഷ്കൂറാണ്, നന്ദിയോടുകൂടി അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. ജമാഅത്തിന് പള്ളിയിൽ വന്നത്, പാവപ്പെട്ടവർക്ക് നൽകിയത്, അങ്ങനെ ഏതെല്ലാം സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ പ്രവർത്തനമായി ദുനിയാവിൽ കാഴ്ചവെച്ചോ ഈ മലമ്പാത താണ്ടുന്നതിൽ, അതൊക്കെ ഒന്നുപോലും നഷ്ടപ്പെടാതെ അള്ളാഹു സ്വീകരിച്ച് നിങ്ങൾക്കിതാ പ്രതിഫലം നൽകിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലമാണ് സ്വർഗം എന്ന് ഖുർആനിൽ ഇടയ്ക്കിടെ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. അതുപോലെ അള്ളാഹു പറയുന്നു, വദാലിക ജസാഉ മൻ തസക്ക, സംസ്കരിച്ചവന്റെ കൂലിയാണ് സ്വർഗം. ബുദ്ധിയെ സംസ്കരിക്കണം, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കണം, നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കണം. അള്ളാഹുവിന്റെ തൗഹീദ് കൊണ്ട് നമ്മുടെ ഖൽബിനെ നാം സംസ്കരിക്കണം, വിശ്വാസം സംസ്കരിക്കണം. അങ്ങനെ കുറ്റമറ്റ വിശ്വാസവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മലമ്പാത കയറി സംസ്കരണം നടത്തിയാൽ അതിനുള്ള കൂലിയാണ് സ്വർഗം എന്ന് ഖുർആനിൽ സൂറ ത്വാഹയിൽ വീണ്ടും അള്ളാഹു ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അള്ളാഹു വിലക്കിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇസ്തിഖാമത്ത്, ആ ഇസ്തിഖാമത്ത് കൊണ്ട് മലമ്പാത എളുപ്പമായി കിട്ടി. എനിക്ക് ഹറാമുകൾ വേണ്ട എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ മറ്റുള്ളവർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ആ പാത ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഞ്ചാര യോഗ്യമായി. ഇനി അതിൽ വാഹനം കൊണ്ടുപോകണം ആ പാതയിലൂടെ, അതിനുള്ളതാണ് സൽക്കർമ്മം. എത്രയാണോ അതിലൂടെ സഞ്ചരിക്കുന്നത് അത്രയാണ് ഒരു മനുഷ്യന് അതിലൂടെ ഉയരാൻ പറ്റുന്നത്. അൽ അമലു സാലിഹു യർഫഉഹു, അമലു സാലിഹ് മനുഷ്യനെ ഉയർത്തുന്നു. എങ്ങോട്ട്? അല്ലാഹുവിങ്കലേക്ക് ഉയർത്തുകയാണ്. രണ്ടു തരം ഇസ്തിഖാമത്തുണ്ട്, പോസിറ്റീവായ ഇസ്തിഖാമത്തും നെഗറ്റീവായ ഇസ്തിഖാമത്തും. നെഗറ്റീവായ ഇസ്തിഖാമത്താണ് അല്ലാഹ് ഹറാമാക്കിയതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന ഇസ്തിഖാമത്ത്. പോസിറ്റീവായ ഇസ്തിഖാമത്താണ് അമലു സാലിഹ് കൊണ്ട് അല്ലാഹുവിലേക്ക് ഉയരുക എന്നത്. അങ്ങനെ അമലു സാലിഹ് കൊണ്ട് അല്ലാഹുവിലേക്ക് ഉയർന്ന് ആ മലമ്പാത താണ്ടുകയാണെങ്കിൽ അതിനൊരുപാട് മാർഗങ്ങളാണ് തുടർന്ന് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അതിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലുണ്ട്. തുടർന്ന് ആയത്തുകളിൽ പറയുന്നത് അതാണ്. യതീം മക്കളെ സംരക്ഷിക്കലുണ്ട്, പരോപകാര പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം കൂടി ഈ മലമ്പാതയിലൂടെയുള്ള സഞ്ചാരത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങിപ്പോകാം എന്ന് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നു. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർന്ന് അല്ലാഹു തആല ആ കാര്യങ്ങളൊക്കെയാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. വലികുല്ലിൻ ദറജാത്ത്, എല്ലാവർക്കും പദവികളുണ്ട്. എല്ലാവർക്കും ഒരേ സ്വർഗമല്ല, എല്ലാവർക്കും ഒരേ ഇബാദത്തല്ല, എല്ലാവർക്കും ഒരേ വിധത്തിലുള്ള പദവികളല്ല. മിമ്മ അമിലു, ഓരോരുത്തരുടെയും അമലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അതാണ് അവരുടെ പദവികളെ സൂചിപ്പിക്കുന്നത്. വലിയുവഫിയഹും അഅമാലഹും വഹും ലാ യുളമൂൻ, എല്ലാവർക്കും അവരവരുടെ പ്രവർത്തനം അല്ലാഹു മഹ്ശറയിൽ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. പണം കൊടുത്തിട്ട് അടിമയെ വാങ്ങി മോചിപ്പിക്കുക എന്നത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. എന്നാൽ അടിമത്തത്തിൽ നിന്ന്, ദേഹേച്ഛ എന്ന അടിമത്തത്തിൽ നിന്ന് സ്വന്തത്തെ മോചിപ്പിക്കുക എന്നത് ഒന്ന് ശ്രമിച്ചാൽ നമുക്കൊക്കെ നടക്കുന്ന സംഗതികളാണ്. അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആ ഒരു മേഖലയിൽ പണിയെടുക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം. അവിടെയാണ് ദഅവത്തിന്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പണ്ഡിതന്മാര് വന്ന് ക്ലാസ് എടുക്കുന്ന കാര്യം മാത്രമല്ല, മറിച്ച് പ്രയോഗവൽക്കരണമാണ്. നമ്മുടെ കുടുംബത്തില്
ദീനുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കള് ദീനീ ചുറ്റുപാടിൽ വളരുന്ന മക്കളാകാൻ നമുക്ക് സാധിക്കണം. അവരങ്ങ് നന്നായിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ കയറൂരി വിടുകയാണെങ്കിൽ ഈ മലമ്പാതയിലൂടെ സഞ്ചരിക്കാൻ അവർക്കും നമുക്കും കഴിയില്ല. ഒരല്പം ത്യാഗമുള്ള പരിപാടിയാണ് ദീനുമായി നടക്കുക എന്നത്. എളുപ്പത്തില് വെറുതെ കിട്ടുന്ന കാര്യമല്ല, നമ്മുടെ ശ്രമം അത്യാവശ്യമാണ് എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ, സഹാബാക്കൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അവരൊക്കെ പരിശ്രമിച്ചതിന്റെ ഫലം അനുഭവിക്കുന്നവരായി ചുരുങ്ങിപ്പോകാതെ നമുക്കും വേണം സ്വർഗം, നമുക്കും വേണം ഒരു നല്ല ജീവിതം, മരണാനന്തരം നമുക്കും വിചാരണയിൽ രക്ഷപ്പെടണം എന്ന് ആലോചിക്കുകയും അങ്ങനെ നമ്മുടെ തകരാറുകളും ന്യൂനതകളും മനസ്സിലാക്കിയിട്ട് ദേഹേച്ഛക്കെതിരെയുള്ള ഒരു സമര പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ അള്ളാഹു പറഞ്ഞ ഈ മലമ്പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തീർച്ചയായും നമ്മളും ഉൾപ്പെടും. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമസ്കാരത്തിലുള്ള ചില പോരായ്മകളും കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചത്. സാധാരണഗതിയിൽ ഒരുപാട് അപാകതകൾ നമസ്കാരങ്ങളിൽ സംഭവിക്കാറുണ്ട്. നമ്മളെല്ലാവരും നമസ്കരിക്കുന്നവരാണ്. ഇസ്ലാം കാര്യം മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് നമസ്കാരമെന്ന് പോയ വാരം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതായാലും നമ്മൾ നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. സാധാരണഗതിയിൽ കാണപ്പെടാറുള്ള ഒരു കുഴപ്പമാണ് കഴിവുള്ള ആളുകൾ പോലും ഫർള് നമസ്കാരത്തിൽ പോലും ഇരുന്ന് നമസ്കരിക്കുന്നു എന്നത്. നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നിന്ന് തന്നെ നമസ്കരിക്കണം. നിൽക്കാൻ ഉള്ളതിനോട് കൂടെ ഇരുന്ന് നമസ്കരിക്കാൻ അനുവദിക്കപ്പെട്ടത് സുന്നത്ത് നിസ്കാരം മാത്രമാണ്. വഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ എന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പൊ ആർക്കൊക്കെയാണ് നിൽക്കാൻ കഴിയാതിരിക്കുക, ആ വ്യക്തികൾക്ക് മാത്രം മനസ്സിലാകുന്ന സംഗതിയാണ്. അപ്പൊ ഏതായാലും എല്ലാവരും ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും എന്ന ധാരണ, ആ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്ന് തന്നെ നമസ്കരിക്കാം. നിന്നിട്ട് റുക്കൂഅ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാൽ നിന്ന് ഫാത്തിഹ ഓതി അതുപോലെ റുക്കൂഅ് ചെയ്ത് അതിനുശേഷം മുട്ടുമടങ്ങാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഇരുന്നിട്ട് സുജൂദും അതുപോലെ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാവുന്നതാണ്. പരമാവധി നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ പള്ളിയിലൊന്നും കാണാറില്ലെങ്കിലും ഈ നിയ്യത്ത് ഉറക്കെ പറയുന്ന സ്വഭാവം സമൂഹത്തിൽ നിന്ന് പോയിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സുകൊണ്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, അതിന്റെ സ്ഥലം ഖൽബാണ് എന്ന് എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും നാവ് കൊണ്ടത് പറയുന്ന ഏർപ്പാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരത്തിൽ നിയ്യത്ത് പറയുക എന്ന ഒരു ദിക്ർ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമസ്കാരത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. സ്വഹാബാക്കളും അങ്ങനെ ചെയ്തിട്ടില്ല. നിയ്യത്ത് ചെയ്യേണ്ടത് മനസ്സുകൊണ്ടാണ്. അതുപോലെ റുക്കൂഅ് ചെയ്യുമ്പോൾ റുക്കൂഇൽ മുതുകും പിരടിയും സമമാകുന്ന വിധത്തിലാണ് റുക്കൂഅ് ചെയ്യേണ്ടത്. ചിലരിങ്ങനെ വളഞ്ഞു നിൽക്കും. അങ്ങനെ സാധിക്കുമെങ്കിൽ, അങ്ങനെയേ കഴിയുമെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ പരമാവധി
മുതുകും പിരടിയും റസൂലുള്ളാഹി ഒക്കെ വളരെ വ്യക്തമായി സ്വഹാബാക്കളിൽ അത് പ്രാവർത്തികമാക്കാറുണ്ടായി. ഇത്തരം പിഴവുകളെ സംബന്ധിച്ച് ഖുതുബയിൽ എല്ലാ ആഴ്ചയും സൂചിപ്പിച്ചിട്ടും കാര്യമില്ല. മറിച്ച് അതൊന്ന് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നിലവിലുള്ള നമ്മുടെ നടപ്പു രീതി, പതിവ് ശൈലി അത് മാറ്റുക എന്നത് പുതുതായി നമസ്കാരം പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. എത്ര പഠിച്ചാലും സത്യം മനസ്സിലാക്കിയാലും എന്താണോ പതിവ് രീതി അതുപോലെ അങ്ങ് ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. റുക്കൂഇൽ അമിതമായി തല താഴ്ത്തുകയോ അതുപോലെ അമിതമായി ഉയർത്തുകയോ ഒന്നും ചെയ്യരുത്. മുതുകും പെരടിയും ഒരേ തലയും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഅ് പഠിപ്പിച്ചത്. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിലും റുക്കൂഇൽ നിന്ന് ഉയരുമ്പോഴും ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുമ്പോഴും അങ്ങനെ 4 സ്ഥലങ്ങളിൽ നമസ്കാരത്തിൽ കൈ ഉയർത്തേണ്ടതുണ്ട്. ഇത് പലരും അങ്ങനെ ഒന്നുണ്ടല്ലോ എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ മെല്ലെ ഒന്ന് ഉയർത്തുകയാണ് ചെയ്യുക. അതിന്റെ ഒരു തുടക്കവും ഒടുക്കവും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് 2 ചെവിക്കുറ്റിക്ക് നേരെ കൈ ഉയർത്തിയ റിപ്പോർട്ടുകളും 2 ചുമലിന് നേരെ കൈ ഉയർത്തിയ റിപ്പോർട്ടുകളും നമുക്ക് കാണാവുന്നതാണ്. 2 കൈകളും നിവർത്തിപ്പിടിച്ച് ഇതൊരു പ്രത്യേക സുന്നത്താണ്, എൻ്റെ റസൂല് ചെയ്തതാണ്, എൻ്റെ നമസ്കാരത്തിന് മാറ്റുകൂട്ടുന്ന പ്രവർത്തനമാണ് എന്ന ബോധത്തോടുകൂടി നമ്മളത് നിർവഹിച്ചെങ്കിൽ മാത്രമേ ആ സുന്നത്ത് നമുക്ക് കരസ്ഥമാവുകയുള്ളൂ. അതുപോലെ സ്വന്തമായി സുന്നത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടാത്ത കാര്യമാണ് തുമഇനീനത്ത്, അഥവാ റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കും, എഴുത്തിദാല് അങ്ങ് നേരെ നിന്നത് ഉടനെ തന്നെ സുജൂദിലേക്ക് പോകും. അള്ളാഹുവിന്റെ റസൂൽ തുമഇനീനത്തില്ലാതെ നമസ്കരിച്ച സ്വഹാബിയെ കണ്ടിട്ട് പറഞ്ഞത്, പോയിട്ട് വീണ്ടും നമസ്കരിക്കുക, ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അനക്കമടങ്ങുക എന്നത്, റുക്കൂഇൽ അനക്കമടങ്ങുക അഥവാ അതിന്റെ മുമ്പും ശേഷവുമുള്ള ഫർളുകളിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ഇതൊരു പ്രത്യേകമായ ഫർളായി സ്ഥിരീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരടക്കം അതിനുണ്ടാകണമെന്നതാണ് അനക്കമടങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ പലരും സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലുകളുടെ പള്ള നിലത്ത് കൊള്ളാറില്ല. സുജൂദിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. 7 അവയവങ്ങളിൽ എണ്ണിയ ഒരു ഭാഗമാണ് കാൽ വിരലുകളുടെ പള്ള നിലത്ത് ചേർത്ത് വെക്കണം. ശരിക്ക് അത് വെക്കാതെ കാല് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ വരെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റി വെക്കുമ്പോൾ മൂക്ക് ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. അങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ശരിക്ക് നെറ്റിയല്ല നിലത്ത് കൊള്ളുക, മറിച്ച് തലയുടെ മുൻഭാഗമാണ്. നെറ്റി പതിഞ്ഞു കൊള്ളണമെങ്കിൽ മൂക്ക് കൂടി ഉൾപ്പെടുത്തണം. 7 അവയവങ്ങൾ എണ്ണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് മൂക്ക് വരെ 1 എന്നെണ്ണിയതായി കാണാൻ കഴിയും. അപ്പോൾ നെറ്റിയും മൂക്കും കൂടിയതാണ് ആ ഒരു അവയവം. അതിൽ പണ്ഡിതന്മാര് നിർബന്ധ ഘടകമായി പറയുന്നത് നെറ്റിയും അതുപോലെ സുന്നത്തായി മൂക്കും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമസ്കാരത്തിൽ 2 തരം ഇരുത്തങ്ങളാണുള്ളത്. ഒന്ന് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. നമ്മൾ സാധാരണ ആദ്യത്തെ അത്തഹിയാത്തുവിലൊക്കെ ഇരിക്കുന്നത് പോലുള്ള ഇരുത്തം. ആ ഇരുത്തമാണ് സുജൂദുകൾക്കിടയിൽ വേണ്ടത്. അവസാനത്തെ അത്തഹിയാത്തിൽ മാത്രമാണ് തവറുക്കിന്റെ ഇരുത്തം. അവസാന അത്തഹിയാത്തു എവിടെയാണ് ഉണ്ടാവുക? 2 അത്തഹിയാത്തുള്ള നമസ്കാരത്തിലാണ് അവസാനത്തെ അത്തഹിയാത്തു. ളുഹറിലും അതുപോലെ തന്നെ അസറിലും മഗ്രിബിലും ഇശായിലും. സുബഹിയിൽ 1 അത്തഹിയാത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് സുബഹിക്ക് സാധാരണ നമ്മൾ ഇടയിലിരിക്കുന്നത് പോലെയാണ് ഇരിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരത്തിലും അങ്ങനെ തന്നെ. തറാവീഹ് നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, അതിലെല്ലാം സാധാരണ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ ആ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത് 2 അത്തഹിയാത്തുള്ള നമസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിലാണ്. ഇതെല്ലാം ഒരുപാട് തവണ പറഞ്ഞതും കേട്ടതുമാണ്. പക്ഷേ പ്രാവർത്തികമാക്കാറില്ല. അത് നമ്മുടെ പതിവ് ശൈലി തന്നെ തുടർന്നു വരുന്ന ഒരവസ്ഥയാണുള്ളത്.
അതുപോലെ ഫർള് നമസ്കരിച്ച ഉടനെ അവിടെ തന്നെ എഴുന്നേറ്റിട്ട് സുന്നത്ത് നിസ്കരിക്കുക, അങ്ങനെ ഒരു നമസ്കാരമില്ല. അങ്ങനെ നമസ്കരിക്കുന്നവരെ സ്വഹാബാക്കൾ ഇരുത്താറുണ്ടായിരുന്നു. രണ്ട് നമസ്കാരങ്ങളുടെ ഇടയിൽ ഒന്ന് വിട്ടുപിരിയാണ്. ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിട്ട്, അതല്ലെങ്കിൽ ദീർഘമായ സമയം അവിടെ ഇരുന്ന് ദിക്റും ദുആയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നിൽ നിന്ന് എവിടെ നിന്നെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഒരു മറയും ഇല്ലാതെ സുന്നത്ത് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ മുന്നിലുള്ള ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ പ്രയാസാണ്. അതുകൊണ്ടാണ് ഒരു മറയോട് ചേർന്ന് നിന്നുകൊണ്ട് അത് നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകൽ ഹറാമാണ്, പാടില്ലാത്ത പരിപാടിയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ഹറാമ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളായിട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ നമസ്കാരം മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഒരു പതിവ് ശൈലിയിൽ അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ ഈ പറയുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എത്ര പഠിച്ചിട്ടും എത്ര വായിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ മാറ്റമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. മലമ്പാതയിലൂടെ സഞ്ചരിക്കണം. നമ്മുടെ ദേഹേച്ഛ, നമ്മുടെ താല്പര്യം, നമ്മുടെ നടപ്പുകൾ, അതൊക്കെ നടപ്പുകളായി മനസ്സിലാക്കിയിട്ട് ദീൻ എന്താണോ ആ ദീനിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വിജയം ഉറപ്പാണ്. അള്ളാഹു വിജയിപ്പിച്ചു തരും. അതിനാണ് അള്ളാഹു നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അള്ളാഹു തആല വിജയിപ്പിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ അപാകതകളെല്ലാം തിരിച്ചറിഞ്ഞു, നമ്മുടെ ദേഹേച്ഛകൾ തിരിച്ചറിഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് അതെല്ലാം മാറ്റി സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിച്ച കാര്യങ്ങൾ വ്യക്തിതലത്തിൽ പൂർത്തിയാക്കാനും കുടുംബത്തിൽ മാറ്റം വരുത്താനും സമൂഹത്തിൽ ദഅവാപ്രവർത്തനം നടത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി ദീനിന്റെ പ്രബോധകന്മാരായി നമ്മെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചു പോയവരാണ്. നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ മഹദ് ഫള് കൊണ്ട് നീ പുറത്തു തരണേ റഹ്മാനെ. നീ സ്വർഗം നിന്റെ ദാസന്മാർക്ക് ഔദാര്യമായി നൽകുമ്പോ ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ റഹ്മാനെ. നരകമോചനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ തന്നതിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ വിധിച്ച എല്ലാവിധ ശർറുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായി ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. പല രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ ആണിനും പെണ്ണിനും അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. മുസ്ലിമായി ജീവിക്കാനും ബോധപൂർവം അവസാനം കലിമ ഷഹാദത്ത് ചൊല്ലി മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഖബറിടം വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗീയ അനുഭവമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.